ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൽ ഇന്ന് പൂജ നടക്കുന്നുണ്ട്. പൂജയ്ക്ക് പായസവും പഞ്ചാമൃതവും നിവേദ്യം ചെയ്യാറുണ്ട്. വർഷം തോറും കളമെഴുത്തുപാട്ടും ആയി ആഘോഷിച്ചു വരുന്നു. കളമെഴുത്തുപാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നിലത്ത് കളമൊക്കെ വരച്ച് ചെയ്യുന്നതാണ് കളമെഴുത്ത് രീതി. രാത്രി കാലങ്ങളിലാണ് കളമെഴുത്തുപാട്ട് നടത്താറുള്ളത്. അമ്പലത്തിനു മുൻപിലായി കൽവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു. അമ്പലത്തിനു തൊട്ടടുത്ത് തന്നെയായി ഒരു അരളിമരവും ക്ഷേത്രത്തിൻ്റെ പുറകിലായി ഒരു കൂവളമരവും നിൽപ്പുണ്ട്. ഇതാണ് പറഞ്ഞിരുന്ന കൂവളമരം. കൂവളമരം നല്ല വിസ്തൃതിയിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അമ്പലത്തിൽ ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ് വിളക്ക് വയ്ക്കുന്നതും പൂജ കഴിക്കുന്നതും. പിന്നീട് കളപ്പാട്ടിൻ്റെ അന്ന് തിരുമേനി വന്ന് പൂജ ചെയ്യുന്നു. അന്നേ ദിവസം അന്നദാനം നടത്തുന്നു. നാഗപൂജയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ആയില്യം പൂജ. ആയില്യം പൂജയ്ക്കും തിരുമേനി വന്ന് പൂജ ചെയ്യുന്നു. അന്നേ ദിവസവും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എത്തിച്ചേരാറുണ്ട്. കളമെഴുത്തുപാട്ടിൻ്റെ അന്ന് എല്ലാവർക്കും നല്ല ഉത്സാഹമായിരിക്കും. കുട്ടികളെല്ലാവരും കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. കളമെഴുത്തുപാട്ടിൻ്റെ അന്ന് രാവിലെ, അതായത് പുലർച്ചെ 5 മണിക്ക് ഗണപതി ഹോമം, അത് കഴിഞ്ഞ് ക്ഷേത്രപൂജ, അതെല്ലാം കഴിയുമ്പോഴേക്കും രാവിലെ 10 മണിയാവും. പിന്നെ ക്ഷേത്രമെല്ലാം നന്നായി അലങ്കരിക്കാറുണ്ട്. അന്ന് ക്ഷേത്രമാകെ പൂക്കളാൽ അലങ്കൃതമായിരിക്കും. ഞങ്ങൾ എല്ലാവരും കൂടി തന്നെയാണ് അലങ്കാരപ്പണികളൊക്കെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒത്തുചേർന്ന് നല്ലൊരു ആഘോഷമാക്കി തന്നെ കളമെഴുത്തുപാട്ട് കൊണ്ടാടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ. തുടർന്ന് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇന്നത്തെ പൂജ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.